ആദ്യ ഫലസൂചന പുറത്തു വരുമ്പോൾ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ലീഡ്. ബിജെപിയുടെ സിറ്റിംഗ് സീറ്റിൽ വിനേഷ് ഫോഗട്ട് ലീഡ് എടുക്കുന്നു. ചെറിയ കാര്യമല്ല. ഹരിയാനയുടെ മനസ്സിലുള്ള വികാരം എന്താണ് എന്നത് വിനേഷ് ഫോഗട്ടിന്റെ മണ്ഡലം പ്രകടമാക്കി തരുന്നുണ്ടോ? വിനേഷ് ലീഡ് ചെയ്യുന്നു. ഹരിയാനയിലും ജമ്മു കശ്മീരിലും രണ്ടിടത്തും ലീഡ് ചെയ്യുന്നത് പ്രതിപക്ഷ കക്ഷികളാണ്. ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉയർന്നു വരുന്നു. 32-13 ഹരിയാനയിൽ കോൺഗ്രസും ബി ജെ പി തമ്മിലുള്ള സീറ്റ് വ്യത്യാസം. 32-13, അതായത് എത്ര ഇരട്ടിയാണ് ലീഡ് എന്നുള്ളത് ആദ്യ ഫലസൂചനകളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഫലത്തിന്റെ ഏറെക്കുറെയുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് ലഭിക്കും. ജമ്മു കാശ്മീരിലേക്ക് നോക്കുകയാണെങ്കിൽ NDA 8, ഇന്ത്യ മുന്നണി 13. ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങൾ പ്രധാനമായും ജമ്മു കശ്മീർ മേഖലയിലാണ്, കശ്മീർ വാലിയിലാണ്. അതേസമയം NDA ലീഡ് ചെയ്യുന്നതെല്ലാം ജമ്മുവിലാണ് എന്ന് കാണാം. വളരെ പ്രകടമായൊരു ഡിവൈഡ് ആ ഫലസൂചനകളിൽ തന്നെയുണ്ട്. ജമ്മുവിൽ 8 സീറ്റുകൾ BJP ലീഡ് ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണി ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. കശ്മീരിലാകട്ടെ, കശ്മീർ വാലിയിൽ ഇന്ത്യ മുന്നണി 13 സീറ്റിൽ ലീഡുമായി വ്യക്തമായ ആധിപത്യം നേടിയിരിക്കുന്നു. ഹരിയാനയിൽ 32 സീറ്റുകളാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം. BJP 14 സീറ്റിൽ. BJP ഇനി അടിച്ചു കയറി വരുമോ? കോൺഗ്രസിന്റെ 32 സീറ്റിനെ മറികടക്കുമോ എന്നുള്ളതാണ് ഹരിയാനയിലെ ഫലസൂചനകളിൽ ഇനി നാം കാത്തിരിക്കേണ്ടത്. അതേസമയം ജമ്മു കശ്മീരിലേക്ക് വരികയാണെങ്കിൽ ജമ്മു കശ്മീരിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ജമ്മു മേഖലയിലാണ്. പക്ഷേ അവിടെ ഫലസൂചനകൾ പുറത്തു വരുന്ന 8 സീറ്റുകളിലും BJP ആണ് ലീഡ് ചെയ്യുന്നത്. അതേസമയം കശ്മീർ വാലിയിൽ ഇന്ത്യ മുന്നണി തങ്ങളുടെ ആധിപത്യം പുലർത്തുന്നു 10 സീറ്റുമായി. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജമ്മു കശ്മീരിലെ ഫലസൂചനകളിൽ നിന്ന് വരുന്നത്. PDP ഒരു സീറ്റിലും മറ്റു പാർട്ടികൾ 2 സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ജമ്മു കശ്മീരിലെ ഫലസൂചനകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിനേഷ് ഫോഗട്ട് അവരുടെ മണ്ഡലമായ ജൂലാനയിൽ മുമ്പിലാണ്, 1312 വോട്ടിന് മുമ്പിലാണ് എന്ന് കാണാം. വിനേഷ് ഫോഗട്ടിന്റെ വിജയം ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിനേഷ് ഫോഗട്ട് തന്നെയാണ് ഈ ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർ സ്ഥാനാർത്ഥി എന്നുള്ളതും ശ്രദ്ധേയമാണ്. 35 സീറ്റുമായി ഇന്ത്യ മുന്നണി ഹരിയാനയിൽ തേരോട്ടം തുടരുകയാണ്. BJP 14 സീറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. മറ്റു പാർട്ടികൾ INLD ഉൾപ്പെടെ മറ്റു പാർട്ടികൾ 4 സീറ്റുമായി മുമ്പിലുണ്ട്. INLDക്ക് 2 സീറ്റുണ്ട്, മറ്റു പാർട്ടികൾക്ക് 2 സീറ്റുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം. കോൺഗ്രസ് 35 സീറ്റിലേക്ക് അവരുടെ ലീഡ് നില വർദ്ധിപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമാണോ ഹരിയാനയിൽ ഉണ്ടാകാൻ പോകുന്നത്? 90 സീറ്റുകളിൽ 56 സീറ്റിലാണ് ഇതുവരെ ഫലം പുറത്തു വന്നത്. 17 സീറ്റിലേക്ക് BJP അവരുടെ ലീഡ് നില ഉയർത്തുന്നു. 17 സീറ്റിലേക്ക് 35 സീറ്റിൽ നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ലീഡ്. മറ്റു പാർട്ടികൾ 4 സീറ്റിലും ലീഡ് നില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 10-8 PDP 1, മറ്റു പാർട്ടികൾ 2 എന്നുള്ളതാണ് നിലവിലെ ഫലസൂചന. ജമ്മു മേഖലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ജമ്മു മേഖലയിൽ NDA ഇപ്പോൾ 8 സീറ്റിലാണ് ലീഡ് നടന്നത്. അതേസമയം കശ്മീർ വാലിയിൽ 10 സീറ്റിൽ ഇന്ത്യ മുന്നണിയും ലീഡ് നില തുടരുന്നു. ജമ്മുവിൽ BJP 8 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹരിയാന പക്ഷേ 38 സീറ്റിലേക്ക് കോൺഗ്രസ് അവരുടെ ലീഡ് ഉയർത്തുകയാണ്. 38 സീറ്റിലേക്ക്. അത് 40 കടക്കുമോ 50 കടക്കുമോ എന്ന് ഇനി കാത്തിരിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി. കാരണം കേവല ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് അടിവച്ച് കയറി വരികയാണ്. BJP 20 സീറ്റിലേക്ക് അവർ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. ഹരിയാനയിൽ 21 BJP 21 BJP അടിച്ചു കയറി വരികയാണ് ഹരിയാനയിൽ. അത് കോൺഗ്രസിനെ മറികടക്കുമോ, ഇന്ത്യ മുന്നണിയെ മറികടക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. ആദ്യത്തെ 63 മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഹരിയാനയിൽ BJPക്ക് മേലെ കോൺഗ്രസ് സഖ്യത്തിന്റെ വലിയ മുന്നേറ്റം കാണാം. 38-22 എന്നാണ് വ്യത്യാസം. 2 ഇരട്ടിയിലധികം ഉണ്ടായിരുന്ന ഡിഫറൻസ് അകലം ഇപ്പോൾ BJP കുറയ്ക്കുന്നു. 22 സീറ്റുമായി തൊട്ടു പിന്നാലെ BJP ഉണ്ട് എന്നത് കാണുക. 62 സീറ്റുകളിലെ ഫലസൂചനകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. 38 സീറ്റ് നേടിയ കോൺഗ്രസ് സഖ്യത്തിന് ഇനി ഒരു 8 സീറ്റുകൾ കൂടി ലീഡ് എടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് കേവല ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയും.